ആദ്യം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എനിക്ക് x3 തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ x3 ഇത് മൂന്നാമത്തെ ആളാണെന്ന് എനിക്ക് അറിയണം. അപ്പൊ ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. ശ്രദ്ധിച്ചോളൂ. x3 37. ക്ലിയർ? യെസ്. പിന്നെ എനിക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് x10 ആണ്. ഓക്കെ, x10 അതെനിക്ക് അറിഞ്ഞു. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ x3 എത്രയാണ്? 37. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? x10. മൂന്നാമത്തെ ആള് തന്നിട്ടുണ്ട്, 10ാമത്തെ ആൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ 3 10 ആവാൻ എന്ത് ചെയ്യണം? 7 കൂട്ടണം അല്ലെ? +7. 3 + 7 ആണ് എന്ത്? 10. അതായത് 7 തവണ കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ 10 കിട്ടും. കോമൺ ഡിഫറൻസ് ഇങ്ങനെ കൂടി പോയാൽ ലാസ്റ്റ് 10ാമത്തെ ടൈം ആവണം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെയുള്ള ഈ ഒരു നമ്പറും ഈ ഒരു നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറയ്ക്കണം. അപ്പൊ നമുക്ക് കിട്ടുന്നത് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ +7 കിട്ടും. 7d, അതായത് ഇതിനോട് 7d കൂട്ടണം. അപ്പൊ x10 10ാമത്തെ ആളെന്ന് പറഞ്ഞാൽ 37 +7d കണ്ടോ? ഈക്വൽ ടു 37 + 7 × d. d നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. 9 ഈക്വൽ ടു 37 + 9 7 63 ആഡ് 100. ആണോ? അപ്പൊ ഇവിടെ ഒരു ഫോർമുലയും വേണ്ട മക്കളെ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരാളെ അറിഞ്ഞാൽ മതി. എനിക്ക് ഇയാളെ അറിയാം. ഇത് എത്രാമത്തെ ആളാണ്? മൂന്നാമത്തെ ആള്. അപ്പൊ ഞാൻ മൂന്നാമത്തെ ആള് എന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതി അറിയാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് എത്രാമത്തെ ആളെ കണ്ടുപിടിക്കേണ്ടത്? 10ാമത്തെ ആളെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 10 x10 എഴുതിയിട്ട് താഴെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. ഇതൊരു ഞാൻ ആലോചിക്കേണ്ടത് ഇതിനോട് എത്ര കൂട്ടിയാൽ അത് കിട്ടും. അപ്പോ ഇവിടെയുള്ള 3 എങ്ങനെ 10 ആയി? ഒരു 7 കൂടിയപ്പോഴാണ് 10 ആയത്. അപ്പൊ ആ 7 എന്ന് പറഞ്ഞതിന്റെ കൂടെ നിങ്ങൾ എന്തും കൂടി ചേർക്കണം? ഒരു d, 7d. അപ്പൊ ആഡ് 70 നമ്മൾ അതിലൂടെ ആഡ് ചെയ്യണം. കണ്ടോ? ക്ലിയർ? ഇനി ഒരു കുട്ടി മൂന്നാമത്തെ ടേം അല്ല എടുത്തത്, 2ാമത്തെ ടേം എടുത്തിട്ട് ഒരു കുട്ടി ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെ വരുമെന്ന്. ഓക്കെ, ഒരു കുട്ടി എഴുതിയത് 2ാമത്തെ ടേമാണ്. 2ാമത്തെ ടേം അത് എത്രയാണ്? 28. രണ്ടാമത്തെ ഇത് അറിഞ്ഞൂടാ, ഇത് അറിയത്തില്ല, ഇതേ അറിയത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ 2ാമത്തെ ടേം എനിക്ക് അറിയാം, അത് 28 ആണ്. ഓക്കെ, 10ാമത്തെ ടേം എനിക്ക് കണ്ടുപിടിക്കണം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടും. അപ്പൊ ഇനി ശ്രദ്ധിക്കേണ്ടത് 2 എങ്ങനെ 10 ആയി? 2 എത്ര കൂട്ടിയാൽ 10 ആവും? 10 ആവും. +8 8d. അപ്പൊ 28നോട് എന്ത് കൂട്ടണം? 8d കൂട്ടണം. അപ്പൊ x10 is equal to 28 + 8d equal to 28 + 8 × 9 equal to 28 + 9 8 72 equal to 100. Watch full video on my YouTube channel Sunny Sir.